ചില കലക്കങ്ങൾ എത്ര തീർത്താലും തെളിയത്തില്ല. അത് കലങ്ങി 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 വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വന്തം ഭവനത്തിലുള്ളതായ കലക്കം ഒരിക്കലും തീരത്തില്ല. അതിങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെ ആ കലക്കങ്ങൾ പൊന്തി വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാരണങ്ങൾ തേടിക്കൊണ്ടിരിക്കും. ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെ ചില കലക്കങ്ങൾ തനിക്ക് അനുഭവിക്കാനിടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ താൻ ദൈവത്തോട് ചെന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്. 55-ാം സങ്കീർത്തനം ദാവീദിന്റെ വലിയ സങ്കടത്തിന്റെ ഒരു സങ്കീർത്തനമാണ്. താൻ ദൈവത്തോട് പറയാണ്, കർത്താവേ, എനിക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ വേദനപ്പെട്ടെന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അധികാരമില്ലാഞ്ഞിട്ടല്ല, ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, വസ്ത്രമില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, വാഹനമില്ലാഞ്ഞിട്ടല്ല, ഭവനമില്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം എനിക്കുണ്ട്. എങ്കിലും അസമാധാനം, എനിക്ക് ഉറക്കമില്ല. ഞാൻ എങ്ങനെ ഉറങ്ങും? ഓർക്കുന്നോറും എൻ്റെ ഹൃദയത്തിൽ ഭാരം വർദ്ധിച്ചു വരികയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ട് മരണഭീതിയും എൻ്റെ മേൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത ചിലരിൽ നിന്ന് എനിക്ക് വലിയ ഉപദ്രവം. ഞാൻ അവരിൽ നിന്ന് ആ ഉപദ്രവം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ സ്നേഹിച്ചവർ, എന്നോടൊപ്പം ഭക്ഷിച്ചവർ, എന്നോടൊപ്പം സഞ്ചരിച്ചവർ, എന്നോടൊപ്പം ആരാധിച്ചവർ, ഞാൻ അറിയാതെ എനിക്ക് വേണ്ടി പല കെണികളും ഒരുക്കി എന്നെ വീഴ്ചയിലാക്കുവാൻ, തളർച്ചയിലാക്കുവാൻ, എന്നെ നിസ്സാരനാക്കുവാൻ, എന്നെ ശാപഗ്രസ്തരാക്കുവാൻ, എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും നിലവിളികളും കേട്ട് സന്തോഷിക്കുവാൻ അവർ എനിക്ക് വേണ്ടി പതിയിരിക്കുന്നെന്നറിഞ്ഞപ്പോൾ ദൈവമേ, എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് തോന്നുന്നില്ല. ദാവീദ് ദൈവത്തോട് പറയാണ്, എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് ദൂരത്ത് പോയി മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കാരണം ആരുടെ ഉപദ്രവവും ഇനി കേൾക്കണ്ട, കാണണ്ട, ഞാൻ തനിച്ചവിടെ കിടന്ന് മരിച്ചോളാം. നമ്മൾക്കെല്ലാവർക്കും അങ്ങനെയുള്ള ചിന്തയുണ്ടാകും. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുമ്പോൾ നമുക്കുള്ളവർ നമ്മെ ഉപദ്രവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയും അസമാധാനവും ഉണ്ടാകും. ചിലരോടൊക്കെ ആണെങ്കിൽ നമുക്ക് പകരം ചെയ്യാം. ചില ശത്രുക്കളോട് പടവെട്ടാം. ചില ശത്രുക്കൾക്ക് തക്കതായ മറുപടി നമുക്ക് കൊടുക്കാം. നല്ല രീതിയിൽ അവർക്ക് വാക്കുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ നമുക്കതിന് പകരം ചെയ്യാൻ കഴിയും. അടിക്കടി കൊടുക്കാൻ ഒക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾക്ക് പകരം ഉപദ്രവം കൊടുക്കാനാക്കും. പക്ഷെങ്കിൽ ചിലരോട് ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തളർന്നു പോകും, നമ്മൾ അകപ്പെട്ടു പോകും. എങ്ങനെ പ്രതികാരം ചെയ്യും? സ്വന്തം മക്കളോട് എങ്ങനെ പ്രതികാരം ചെയ്യും? ഭാര്യയോട് എങ്ങനെ പ്രതികാരം ചെയ്യും? വേണ്ടപ്പെട്ടവരോട് എങ്ങനെ പ്രതികാരം ചെയ്യും? സ്വന്തം സഹോദരങ്ങളോട്, ഭാര്യ വീട്ടുകാരോട് എങ്ങനെ പ്രതികാരം ചെയ്യും? അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ? നമ്മുടെ കഴിവിന് അങ്ങേപ്പുറം, ചില കാര്യങ്ങൾക്ക് അങ്ങേപ്പുറം അത് നമ്മളാൽ സാധിക്കാത്ത കാര്യമാണ്. നമ്മളാൽ പ്രതികാരം സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയം തളരുന്നു, തകർന്നു പോകും. ജീവിക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും നാട് വിടണം, വീട് വിടണം എന്നുള്ളതായ ഒരു ചിന്ത മാത്രം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കും. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പറയാൻ, എനിക്ക് 2 ചിറക് വേണം, എനിക്ക് ഇവിടെ നിന്ന് പറന്നു പോകണം, എനിക്ക് നീ ഇവിടെ താമസിക്കേണ്ട, കൊട്ടാരവും സന്തോഷവും നീ എനിക്ക് തന്നു, ഇത്രയ്ക്ക് മതി. ദൈവം അവനെ സമാധാനത്തോടെ വിളിച്ച് ദൈവം ദാവീദിനോട് പറയുകയാണ്. അതിൻ്റെ 22-ാം വാക്യം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ ഒരു സന്ദേശം എന്താണെന്ന് അറിയാം? നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അയ്യോ, ദാവീദിന് അത് കേട്ടപ്പോൾ, ദൈവം നീതിമാനായി തന്നെ കരുതുന്നെന്ന് കണ്ടപ്പോൾ, നീതിമാനായി പ്രശ്നങ്ങളുടെ മുൻപിൽ താൻ വെളിപ്പെടണം എന്നുള്ളതായ ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ ദാവീദിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ താഴുവാൻ തുടങ്ങി. അവന്റെ ഭാരം ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്ത പല സന്ദർഭങ്ങളുമുണ്ട്. നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്തതായ പല സാഹചര്യങ്ങളും പലയിടത്തിലുമുണ്ട്. നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മെ അകപ്പെടുത്തുവാൻ നോക്കുന്നതായ ചില സാഹചര്യങ്ങളെ നാം കേൾവിപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ചഞ്ചലപ്പെടും, തകർന്നു പോകും. ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകണമെന്ന് നമുക്ക് ചിന്തയുണ്ടാകും. വീട് വിട്ടു പോകുവാൻ നമ്മൾ ആഗ്രഹിക്കും. അവരോടൊപ്പമുള്ള താമസം നമുക്ക് വേണ്ട, ഇനി കുടുംബ ജീവിതം വേണ്ട, കുഞ്ഞുങ്ങളോടൊപ്പം ജീവിതം വേണ്ട, എല്ലാം മതിയെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് അല്പം ഇടം നമ്മുടെ ഹൃദയത്തിൽ നാം കൊടുക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. മകനെ, നീ നീതിമാനായിരിക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ലേ? നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നിനക്കൊരു ഒരു കടപ്പാടുണ്ട്, ദൈവത്തിൽ നിനക്കൊരാശയുണ്ട്.
നിന്റെ ഭാരം യഹോവയുടെ മേൽ കൊടുക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ ഭാരം കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ പരിഹാരമുണ്ടാകും. ദൈവത്തിന് മാത്രമേ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയൂ. നമ്മുടെ കൈകൾ ബലമില്ലാതായി പോകുന്ന ചില സാഹചര്യങ്ങൾ അവിടെയാണ്. നമുക്കടിക്കുവാൻ നമ്മുടെ കൈകൾ പൊങ്ങുകയില്ല, അവർക്കെതിരായി സംസാരിക്കുവാൻ നമ്മുടെ നാവ് പൊങ്ങുകയില്ല. കാരണം നീതിമാനായി ദൈവത്തിന്റെ സന്നിധിയിൽ വിളിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ ദൈവം മാനിക്കുന്നതിനാൽ അങ്ങനെയുള്ള ദുർഘടങ്ങളിലേക്ക് ദൈവം നമ്മെ വഴി നടത്തുകയില്ല. പകരം ദൈവാത്മാവ് നമ്മെ വശീകരിച്ച് കൊണ്ടുപോകും. ദൂരെ കൊണ്ടുപോയി ദൈവം നമ്മോട് സംസാരിക്കും. എന്താണെന്നറിയാമോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക. നിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ചില വൈഷമ്യങ്ങളിൽ കൂടെ നീ പോകുന്നുണ്ടെങ്കിൽ, കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിന്റെ ഭാരം നീ അറിയുന്നതിനേക്കാൾ കൂടുതൽ ദൈവം അറിയുന്നു. ദൈവത്തിനത് വഹിക്കാൻ കഴിയും, ദൈവത്തിനത് സമാധാനമാക്കുവാൻ കഴിയും. അതിന് പകരം ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയും. നീ അവൻ്റെ മേൽ വയ്ക്കണം. ആ ഭാരം ദൈവത്തോട് തുറന്നു പറയണം, കർത്താവേ, ഇന്നതെനിക്ക് ഭാരമായിരിക്കുന്നു, ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. നമ്മൾ തന്നെ നമ്മുടെ ഭാരം വഹിക്കാൻ പോയാൽ നാം ഏത് മരുഭൂമിയിൽ പറന്നു പോയിരുന്നാലും ആ ഭാരങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ആ പ്രശ്നങ്ങൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ആ ഉപദ്രവം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ദൈവം ഭാരം ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ വിഷയം കർത്താവ് ഏറ്റെടുക്കും. ദൈവത്തിന് ചില പ്രവൃത്തികൾ അവിടെ ചെയ്യുവാൻ കാണും. അതിൻ്റെ പ്രവൃത്തികളുടെ അന്ത്യം നാം കണ്ടുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കും. കർത്താവ് നമ്മെ നീതിമാന്മാരായിരിക്കുവാൻ വിളിച്ചല്ലോ എന്ന്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. നീതിമാന്മാരായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക. നീതിമാനായിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം, ഈ ഭൂമിയിൽ വെച്ച് ദൈവം കൊടുക്കുന്ന പ്രതിഫലം, അവരുടെ ഭാരങ്ങളെ കർത്താവ് വഹിക്കുന്നു എന്നുള്ളതായ ആർക്കും ലഭിക്കാത്തതായ സൗഭാഗ്യമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് തരുന്നതായ സമാധാനം, ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊണ്ട് വിശ്രാമ ജീവിതം നയിക്കുന്ന ക്രിസ്തീയ ജീവിതം. ഈ ക്രിസ്തീയ ജീവിതത്തിൽ അത് മാത്രമാണ് ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ഒരു സൗഭാഗ്യം. ഈ ലോകത്തിൽ വെച്ച് ദൈവം പ്രശ്നങ്ങളെ കണ്ട് സമാധാനം അനുഭവിപ്പാൻ നമുക്ക് കൃപ തരുന്നു, സന്തോഷിപ്പാൻ കൃപ തരുന്നു. ആപത്ത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതായ ചില ആപത്തുകൾ നമ്മുടെ പുറകിൽ നിന്ന് നാം അറിയാതെ നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അതിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കർത്താവ് നിന്റെ ഭാരത്തെ ഏറ്റെടുത്തു, നിന്റെ പ്രതിയോഗിയോട് സംസാരിക്കുവാൻ കർത്താവിന് കഴിയും. എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നതിനാൽ ഞാൻ കുലുങ്ങി പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് നാം സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം സ്വർഗം മുദ്രയിടും, ദൈവം മുദ്രയിടും. ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ചില വിഷയങ്ങളുടെ മുൻപിൽ നാം അറിയാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ചില പ്രവൃത്തികൾ ദൈവം ചെയ്യുന്നത് നാം പറയുന്നത് പോലെ ആയിരിക്കില്ല, നമ്മുടെ സമയത്തായിരിക്കില്ല, നാം ഉദ്ദേശിക്കുന്ന രീതിയിലും കരുത്തോടെയും ആയിരിക്കത്തില്ല. കാരണം ആ പ്രവൃത്തിയിൽ കൂടെ അതിന് പകരമായി ദൈവം ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ കൂടെ നിന്റെ ശത്രുവിനെയും നീതിമാനാക്കുവാൻ ദൈവം ഒരു പക്ഷെങ്കിൽ പദ്ധതി ഇടുന്നുണ്ടായിരിക്കാം. അവനിൽ പശ്ചാത്താപം വരുത്തുവാനുള്ളതായ ഒരു സാഹചര്യം ചിലപ്പോൾ ദൈവം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അവനെയും നഷ്ടപ്പെടുത്തി കളയുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. ഇത് വലിയൊരു മർമ്മമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മോട് എതിരിടുന്ന ശത്രുക്കളെ ദൈവം ഒരു നിമിഷം കൊണ്ടങ്ങ് ചുട്ടരിച്ച് കളയുന്നില്ല. ദൈവം അങ്ങനെ ചെയ്യുകയില്ല. നിന്റെ ശത്രുക്കളെ നിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് നിന്നോട് ദയ കാണിക്കുവാനും നിന്നോട് സ്നേഹമായിരിക്കാൻ ശത്രുക്കളെയും നിന്നോട് ഇണക്കിക്കൊണ്ട് ദൈവം അവനെയും നീതിമാനായിരിക്കുവാൻ ഉള്ള ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നടത്താമോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് പരിശ്രമിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുള്ളൂ. ആ വെളിപ്പാടുള്ളവർക്ക് മാത്രമേ ദൈവം ചെയ്യുന്നതായ കാര്യങ്ങളിലൊക്കെയും സ്വസ്ഥതയുള്ളതായ ചില അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാൻ കഴിയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ മനസ്സ് ദൈവത്തോട് നീരസപ്പെടും. എന്താണ്? ദൈവത്തോട് പറഞ്ഞിട്ടും എൻ്റെ ഭാരം ദൈവത്തോട് പറഞ്ഞിട്ടും ദൈവം ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് നമ്മുടെ ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കും. യോനയ്ക്ക് അതാണ് സംഭവിച്ചത്. യോന പ്രസംഗിച്ചു. വീണ്ടും ആ ജനം, നിലവിലുള്ള ജനത്തിന്റെ കഷ്ടത കാണുവാൻ, അവർ നശിക്കുന്നത് കാണുവാൻ യോന പോയി ദൂരെ കാത്തുകൊണ്ടിരുന്നു. എങ്കിലും ദൈവത്തിന്റെ പദ്ധതിയോ അവരെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം പറയുന്നത് പോലെയും നാം പ്രസംഗിക്കുന്ന പോലെയും നാം ചിന്തിക്കുന്നത് പോലെയും പ്രിയരെ പലപ്പോഴും സാധിച്ചു എന്ന് വരികയില്ല, നടന്നെന്ന് വരികയില്ല. ദൈവത്തിന്റെ പദ്ധതി അവിടെ നടപ്പാക്കുമ്പോൾ ദൈവം സ്നേഹത്താൽ സകല മനുഷ്യരെയും ഒരു ജഡവും നശിച്ചു പോകാതെ അവന്റെ രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരുവാൻ ദൈവം ചില പദ്ധതികൾ ഒരുക്കും. നിന്നോട് ശത്രുവായി ഒരു മനുഷ്യന് മാറുവാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവനെ നടത്തുന്നതിന് വേണ്ടിയായിരിക്കാം ദൈവം അത് സൃഷ്ടിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതെ ഒരു മനുഷ്യർക്ക് നമുക്ക് ശത്രുവായിരിക്കാൻ കഴിയുകയില്ല.
നമ്മോടൊപ്പം അല്ലെങ്കിൽ നമ്മോട് വിരോധിക്കുവാൻ കഴിയില്ല. നമുക്കെതിരായി പ്രവർത്തിക്കുവാൻ, നാവെടുക്കുവാൻ, നമുക്കെതിരായി ചില ക്രിയകൾ ചെയ്യുവാൻ ദൈവം അവരെ സമ്മതിക്കുകയില്ല. അവർ ചെയ്യുമ്പോൾ ദൈവത്തിന് ആ വിഷയത്തിൽ ചില പദ്ധതികളും ചില മാർഗങ്ങളും ദൈവം ക്രമീകരിച്ചിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമ്മോട് ചെയ്യുന്നതായ ഒരു ഉത്തരവ് അല്ലെങ്കിൽ നമുക്ക് തരുന്നതായ ഒരു കടപ്പാട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ അത് നിർവഹിക്കും. നിന്റെ കഷ്ടത കർത്താവ് കാണും, നിന്റെ സങ്കടം കർത്താവ് കാണുന്നുണ്ട്. നിനക്ക് സഹിക്കാൻ വയ്യ എന്നും വീട് വിട്ടുപോലും നീ ഓടിക്കളയുവാൻ നീ താല്പര്യപ്പെടുന്ന അത്രമാത്രം നിന്റെ ജീവിതത്തിൽ അസമാധാനം വന്നിരിക്കുന്നു എന്ന് ദൈവം തിരിച്ചറിയും. പക്ഷെങ്കിൽ നിന്റെ സമാധാനത്തിനുള്ളത് എന്ത് ചെയ്യണമെന്നുള്ളതായ ആലോചന ദൈവം അതാ സമയത്ത് നിനക്ക് തരും. സാരമില്ല, നിന്റെ ശത്രുക്കൾ നിന്റെ സ്നേഹിതരായിരിക്കാം, നിന്റെ മക്കളായിരിക്കാം, നിന്റെ ഭാര്യ ആയിരിക്കാം, നിന്റെ ഭർത്താവായിരിക്കാം, നിന്റെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, നിന്നോടൊപ്പം ആരാധിക്കുന്ന കൂട്ടുവിശ്വാസികളായിരിക്കാം, നിന്നോടൊപ്പം ജോലി ചെയ്യുന്നവരായിരിക്കാം, നിന്റെ അധികാരികളാകാം, നിന്റെ മുതലാളിമാരാകാം, ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. അനേകരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കുമ്പോൾ നീ സാക്ഷാൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയെന്ന്, ദൈവത്താൽ മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെന്ന് അനേകരുടെ മുൻപിൽ ദൈവം തീർച്ചയായിട്ടും വെളിപ്പെടുത്തും. നീ നീതിമാനാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് നിന്റെ കണ്ണാൽ നിനക്ക് കാണുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ ഞരങ്ങി പല ഭാരങ്ങളെ കൊണ്ടും അനേക ഉപദ്രവങ്ങളെ കൊണ്ടും അസമാധാനങ്ങളെ കൊണ്ടും മാനസിക വൈഷമ്യങ്ങളെ കൊണ്ടും നീറുന്നതായ ചില ഹൃദയങ്ങളോട് ദൈവത്തിന് സംസാരിക്കുവാനുള്ളത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ കൊടുക്കുക. ദൈവത്തിന്റെ കയ്യിൽ നിന്റെ കഷ്ടതകളെ പറയുക, നിന്റെ കഷ്ടതകളെ അവനോട് ഏറ്റുപറയുക. അവൻ അത് തക്ക സമയത്ത് നിർവഹിക്കും. അതിനങ്ങേപ്പുറത്ത് ദൈവം തരുന്നതായ ഒരു വാഗ്ദാനം, നീ നീതിമാനെങ്കിൽ നീ കുലുങ്ങി പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനായിരിക്കാൻ, ദൈവസമാധാനം അനുഭവിപ്പാൻ തക്കണം ഈ പ്രഭാതം നമുക്കൊരു മാർഗദർശനമായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.